യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചവരെ വെറുതെ വിടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതിന് പകരം ചോദിക്കും, എന്നിട്ട് മതി അധികാരമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിലെത്തിയ സമരാഗ്നി യാത്രയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര പത്തനംതിട്ടയിലെത്തിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ സർക്കാരിനെതിരെയുള്ള വിമർശനം. യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചവരെ വെറുതെ വിടില്ലെന്നും തല്ലിച്ചതച്ചവരുടെ പുറകെ ഉണ്ടാകുമെന്നും അവരോട് പകരം ചോദിച്ചിട്ട് മതി അധികാരമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ സ്ഥലമാണ് കേരള ഖജനാവെന്നും നയാ പൈസ സർക്കാരിന്റെ കയ്യിലില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം കേരള സർക്കാരിന്റെ ഖജനാവ്. നയാ പൈസ അവരുടെ കയ്യിലില്ല. മുഖ്യമന്ത്രി കട്ടുകട്ട് നാട് മുടിച്ചുവെന്നും മകളെ മുഖ്യമന്ത്രി സമ്പന്ന സ്ഥാപനത്തിന്റെ ഉടമയാക്കിയെന്നും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും പറഞ്ഞു. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായി മൊഴി കൊടുത്തിരുന്നു. എന്നിട്ടും കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്തില്ല. ബി.ജെ.പിയുടെ സഹായം CPM-ന് വേണം, CPM-ന്റെ സഹായം ബി.ജെ.പിക്കും വേണമെന്നും ഇരു പാർട്ടികളും തമ്മിൽ അന്തർധാരയെന്നും കെ. സുധാകരൻ കൂട്ടിച്ചേർത്തു. പിണറായി വിജയനെ കേസിൽ പ്രതിയാക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിക്കാർക്ക് സമ്മതമല്ല, അന്തർധാരയാണ്. ബി.ജെ.പിയുടെ സഹായം CPM-ന് വേണം, CPM-ന് ബി.ജെ.പിയുടെ സഹായം വേണം. രണ്ടും പരസ്പര പൂരകമായി പോവുകയാണ്. പിണറായി വിജയൻ ജയിലിൽ കിടക്കേണ്ടുന്ന കേസൊന്നും അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസി ഇല്ല. സമരാഗ്നി പ്രചാരണ ജാഥയ്ക്ക് പത്തനംതിട്ടയിൽ ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത്. നിരവധി പ്രവർത്തകർ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടത്തിയ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട.